ഇങ്ങനെയൊക്കെ ഉണ്ട് ഈ പൊതു അല്ല സെൻകുമാറിന്റെ കാര്യം ഞാൻ പറയാം ഇതിനകത്ത് അവസാനമായി ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് ഓപ്പറേറ്റിംഗ് പാർട്ടിലെ ഓർഡറായി ഇറക്കുമ്പോൾ അതിനകത്ത് 2015 സെൻകുമാറിന്റെ ഇത് നമ്മുടെ മുന്നിലുള്ളത് ഈ സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ വാലിന് തീ പിടിച്ച പോലെ ഇറക്കിയിരിക്കുന്ന ഈ ഒറ്റ പേജ് ഉത്തരവേ ഉള്ളൂ, ഓർഡറേ ഉള്ളൂ, ഡയറക്റ്റീവേ ഉള്ളൂ. ശ്രീ ആന്റണി രാജു, ഇത് നോവലൊന്നുമല്ലോ, പല അധ്യായങ്ങളായി ഇങ്ങനെ പറയാനായിട്ട് കണ്ണശ പ്രസിദ്ധീകരിക്കുന്ന ഒരു നോവലിൽ ഒരു അധ്യായം എടുത്തല്ല നാം ചർച്ച ചെയ്യുന്നത്. ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. അഡ്വക്കേറ്റ് ജയശങ്കർ, നമ്മുടെ 470 പോലീസ് സ്റ്റേഷനുകളുടെ ബോഡി കളർ ഒലിവ് ബ്രൗൺ ഡ്യൂലക്സ് 20YY 12/163 അതിൻ്റെ ഇൻറ്റീരിയർ ചില്ലി മോർണിംഗ് ഡ്യൂലക്സ് 56BG 81/023 അതിനെ പറ്റിയുമുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്? നല്ലതായിരിക്കുമോ? തീർച്ചയായിട്ടും നല്ലതായിരിക്കും. കാരണം എന്താ അറിയുമോ, നമ്മൾ റോഡിൽ കൂടി പോകുമ്പോൾ ഒരു പോലീസുകാരനെതിരെ വരികയാണെങ്കിൽ പോലീസുകാരനാണ് നമ്മൾ മനസ്സിലാക്കുക, അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം യൂണിഫോം ധരിച്ചിട്ടുള്ളതും അദ്ദേഹം ബെൽറ്റ് കെട്ടിയിട്ടുള്ളതും അദ്ദേഹം പോലീസിൻ്റെ തൊപ്പി വെച്ചിട്ടുള്ളതുകൊണ്ടുമാണ്. അതുപോലെ നമ്മൾ റോഡിൽ കൂടി പോകുമ്പോൾ ഒരു കെട്ടിടം കാണുന്നു, അത് പോലീസ് സ്റ്റേഷനാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഈ നിറം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് പോലീസ് സ്റ്റേഷനാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ബിവറേജ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റ് ആണെന്ന് തെറ്റിദ്ധരിച്ച് അവിടെ കയറി ചെന്നാലത്തെ സ്ഥിതി എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ അതുകൊണ്ട് പോലീസ് സ്റ്റേഷനുകൾക്ക് എല്ലാം ഒരു നിറം വരുത്തുന്നത് നല്ലതാണ്. പിന്നെ പല പോലീസ് സ്റ്റേഷനുകൾക്ക് പലതരത്തിലുള്ള കമ്പനിയുടെ വാങ്ങിച്ച് അടിക്കുന്നതിനേക്കാൾ ഭേദം ഒരു കമ്പനിയുടെ തന്നെ അടിക്കുന്നതാണ്. ഇപ്പോൾ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഡ്യൂലക്സ് അടിക്കുന്നു, അതിൻ്റെ അടുത്ത് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ അടിക്കുന്നു, കോവളം പോലീസ് സ്റ്റേഷനിൽ അത് ബ്രിട്ടീഷ് പെയിൻറ്റ്സ് അടിക്കുന്നു, അതിൻ്റെ അടുത്ത് അപ്പെക്സ് അൾട്ടിമ അടിക്കുന്നു. അത് ശരിയല്ല, എല്ലാ സ്ഥലത്തും ഒന്ന് തന്നെ അടിക്കണം. ഇപ്പോൾ ഡ്യൂലക്സ് ആണെങ്കിൽ ഡ്യൂലക്സ്, ഏഷ്യൻ പെയിൻറ്റ് ആണെങ്കിൽ ഏഷ്യൻ പെയിൻറ്റ്. അത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലിരിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ കമ്മീഷൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ ബ്രാൻഡ് ആയിട്ട് എടുക്കുന്നു. അതും നിങ്ങളിതിനൊക്കെ വലിയ വിഷയമാക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ നിസ്സാര കാര്യങ്ങളല്ലേ വേണം. ഇവിടെ മനുഷ്യർ ഉരുട്ടിക്കൊല്ലുന്നു, അല്ലെങ്കിൽ നെക്സലൈറ്റുകാരെ വെടിവെച്ച് കൊല്ലുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് പോലീസുകാർ ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യണത് തന്നെ മോശമാണ്. 24-ാം തീയതി സുപ്രീം കോടതി വിധി, തൊട്ട് പിന്നാലെ 26-ാം തീയതി ഇങ്ങനെ ഒരു ഓർഡർ ഇറക്കുന്നു. ഇത് വിധിയെ വെല്ലുവിളിക്കുന്നതല്ലേ? ഇതിന് പിന്നിൽ ഇത്ര ശക്തമായ താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ പോലും ഇതുമായി മുന്നോട്ട് പോകാൻ ഒരു പോലീസ് മേധാവി തീരുമാനിക്കുന്നുവെങ്കിൽ അത് ഇവർക്കൊക്കെ ഏതറ്റം വരെ പോകാൻ കഴിയുന്ന പിൻബലം എങ്ങനെയാണ് തരുന്നത്? അതൊരു ഡ്യൂലക്സ് പെയിന്റ് കമ്പനിയുടെ പിന്തുണയല്ല. തീർച്ചയായിട്ടും അല്ല. അതിൻ്റെ പുറകിൽ രാഷ്ട്രീയമായ പിൻബലമുണ്ട്. ഡ്യൂലക്സ് മാത്രമല്ലല്ലോ, ഇവിടെ 100 DYSPമാരെ സ്ഥലം മാറ്റിയില്ല. അത് ചെറിയ കാര്യമാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? 100 DYSPമാരെ ഇരുന്ന കസേരയിൽ നിന്ന് വേറെ കസേരയിലേക്ക് മാറ്റി. അതിൻ്റെ പുറകിൽ എന്താണ് താല്പര്യം? അതിന്റെ രാഷ്ട്രീയ താല്പര്യം എന്താണ്, സാമ്പത്തിക താല്പര്യം എന്താണ്, മറ്റു താല്പര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ജനപക്ഷ നേതാവ് പി സി ജോർജ് എംഎൽഎ ടെലിഫോണിൽ ഞാൻ കരുതുന്നത്. ശ്രീ പി സി, താങ്കൾക്ക് കേൾക്കാമോ? തീർത്ത് ശരിയാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ വേണം. ശ്രീ പി സി, താങ്കൾക്ക് കേൾക്കാമോ? ശ്രീ പി സി ജോർജ്, ബെഹ്റയുടെ ഉത്തരവിനെ എങ്ങനെ കാണുന്നു? ഡ്യൂലക്സ് പെയിന്റ് പോലീസ് സ്റ്റേഷനുകൾ അടിക്കുന്നത് നല്ല കാര്യമാണോ? വ്യക്തത അറിയാം. കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനും ഒരു കളർ പെയിന്റ് കൊടുക്കുന്നു, നമുക്കൊരു തർക്കവും ഇല്ല. അതിന് ഞാൻ യോജിക്കാം. പക്ഷെ ഈ പെയിന്റ് കമ്പനി എത്ര കമ്മീഷൻ പറ്റിയെന്ന് കൂടെ പറയണം. ഇന്ന പെയിന്റ് ആയിരിക്കണം, ഇന്ന കളറായിരിക്കണം, ഇന്ന കമ്പനിയുടെ പെയിന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ആ പെയിന്റ് കമ്പനിയുടെ കമ്മീഷൻ പറ്റിക്കൊണ്ടാണെന്ന് ആർക്കും അറിയില്ലാത്തത് ഏത് പൊട്ടറും അറിയാമല്ലോ. അത് ബെഹ്റ ചെയ്തതാണെന്ന് ഞാൻ കരുതുന്നില്ല. സ്വാഭാവികമായിട്ട് സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞപ്പോൾ പുതിയ ഡിസിറ്റ് വരാൻ പോകുന്നു. അപ്പോൾ അതിന് മുമ്പ് കമ്മീഷൻ വേഗം മേടിച്ചെടുത്തു എന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ അപ്പുറത്ത് വേറൊരു കാര്യം എന്തെങ്കിലും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സെൻകുമാർ ഈ വിഷയത്തിൽ എന്ത് ചെയ്യണം? സെൻകുമാർ അത് ക്യാൻസൽ ചെയ്തിട്ട് ലോക്കലായിട്ട് ആ പെയിന്റ് കളർ ഏതാണെന്നുള്ളത് അങ്ങനെ തീരുമാനം. കളർ പ്രാദേശികമായി പെയിന്റ് മേടിച്ചതിന് ചെയ്തോളാൻ പോലീസ് സബ് ഇൻസ്പെക്ടർക്ക് സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഓർഡർ കൊടുക്കണം. അപ്പൊ ഇത് പെയിന്റ് കമ്പനിയുടെ കച്ചവടം തീരും. ഇത് കമ്മീഷൻ പറ്റാനുള്ള കച്ചവടമാണല്ലോ, കമ്മീഷൻ തീർത്ത് കളഞ്ഞേക്കണം. അതിനിപ്പോ ബെഹ്റ ഓർഡർ ക്യാൻസൽ ചെയ്തിട്ട് ഏത് പെയിന്റ് ഒന്നും അവർ തീരുമാനിക്കും. ഞാൻ ഇന്ന പെയിന്റ് എന്ന് പറയുന്നില്ല. ആ പെയിന്റ് ലോക്കലായിട്ട് മേടിച്ച് പെയിന്റ് ചെയ്തോളാൻ പ്രശ്നം തീർന്നില്ലേ? അപ്പൊ കമ്മീഷൻ പറ്റുന്നത് തീർന്നു, അത്രേ ഉള്ളൂ. ശ്രീ പി സി ജോർജ്, 24-ാം തീയതി സുപ്രീം കോടതി വിധി, ഈ ഉത്തരവ് വരുന്നത് 26-ാം തീയതി. താങ്കൾക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ? എനിക്ക് സംശയമുണ്ടല്ലോ, അതുകൊണ്ടല്ലേ എനിക്ക് പറഞ്ഞത്. നാളേക്ക് എന്ത് കാര്യം? സുപ്രീം കോടതി വിധി വന്ന സാഹചര്യത്തിൽ DGP സ്ഥാനത്ത് അങ്ങനെ മാറാൻ പോകണമെന്ന് അങ്ങർക്കറിയാം. അപ്പോൾ പിന്നെ അങ്ങനെ വെച്ച് ഓർഡർ ഇറക്കിയതിന്, DSPമാരെ സ്ഥലം മാറ്റുന്നതിന്, പോലീസ് ഓഫീസർമാരെ സ്ഥലം മാറ്റുന്നതിന്. അപ്പൊ പുതിയ DGP വന്നുകൊണ്ട് എല്ലാം ക്ലിയർ ആക്കി പിരിയുക. അപ്പൊ DGP ഒന്നും ചെയ്യേണ്ട.
അതൊക്കെ വളരെ മോശം ഇടപാടാണ്. ഇത് കേരളത്തിൽ ജനങ്ങൾ തീരെ പൊട്ടന്മാരൊന്നും എല്ലാവർക്കും കാര്യം മനസ്സിലാവും. അത് കഴിക്കുന്ന ചക്കര കൂടെ ഉണ്ടാക്കുന്നു, ചില പുത്ത കൂടെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു എന്നുള്ളതുള്ളൂ. അതാണ് ഈ പെയിന്റടി. പെയിന്റടി എന്ന് പറഞ്ഞാൽ പോയി കാശ് ഉണ്ടാക്കാന് കമ്മീഷനാണ്. അതൊരു അർത്ഥം വേണ്ട. അത് ഞാനിപ്പോൾ ഉറപ്പിച്ച് പറഞ്ഞേക്കാം. ഒരു കാര്യം കൂടി ശ്രീ PC ജോർജ്, ഇവിടെ ഇപ്പോൾ ഈ തീരുമാനങ്ങളൊക്കെ എടുത്തു എങ്കിലും ഇത് സെൻകുമാറിന് ഇടപെട്ട് മാറ്റാൻ കഴിയുമോ? കാരണം സെൻകുമാറിനെ അവിടെ ഒന്നും ചെയ്യാൻ അനുവദിക്കാത്ത തരത്തിലുള്ളൊരു അവസ്ഥയാണ് പിണറായി വിജയൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങേക്ക് ഓർമ്മയുള്ളതുപോലെ ഈ 2006 VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് ഒരു വകുപ്പും കൊടുക്കാതെ വേലിക്കകത്താക്കിയ അതേ കലാപരിപാടിയാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നടക്കുന്നത്, സംശയമില്ലല്ലോ. അപ്പോൾ ഈ പറയുന്ന ഉത്തരവ് റദ്ദാക്കാനുള്ള എന്തെങ്കിലും നടപടി സെൻകുമാർ നടത്തിയാൽ തന്നെ അത് വെളിച്ചം കാണുമോ, അത് വിജയിക്കുമോ? അത് വെളിച്ചം കാണാതിരിക്കാൻ പറ്റുമോ? സെൻകുമാർ ഓർഡർ ഇടുകയും പത്രത്തിൽ കൂടെ കൊടുക്കണം. അപ്പൊ എല്ലാം ജനങ്ങൾ അറിയും. ജനങ്ങൾ അറിയുന്നത് മാത്രമല്ല, പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടർമാർ വിവരം അറിയും. മുഴുവൻ സർക്കിൾ ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർമാരും പിണറായിയുടെ മൂടുനായികളൊന്നും അല്ല. അത് ബെഹ്റ പറയുന്നതിന് മൂടുനായല്ല. ഇൻഡിപെൻഡന്റ് പോലീസ് ഓഫീസർമാർ രാജ്യം എത്ര എണ്ണമുണ്ട്. അവർ നേഴ്സ് കിട്ടി കഴിഞ്ഞാൽ അന്നേരം അവരിഷ്ടംപോലെ ചെയ്യും. ഈ ബെഹ്റയുടെ കാശ് മേടിക്കും. ബെഹ്റ കാശ് മേടിച്ചാൽ ഞാൻ കരുതുന്നില്ല. അത് പാർട്ടിക്ക് വേണ്ടിയുള്ള സാർക്ക് തർക്കം. ഇത് കച്ചവടമല്ലേ? ഈ കച്ചവടത്തെ കൂട്ടുന്നത് എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? അതുകൊണ്ട് സെൻകുമാർ തന്റേതായിട്ട് ഓർഡർ ഇട്ട അത്ര തന്നെ ആ ഓർഡർ പ്രസ് റിലീസ് കൊടുക്കണം, പ്രസിലൂടെ. അത്രയൊക്കെ ശരിയാ. അതോടെ പണി തീർന്നു പോകും. കച്ചവടത്തിൽ കാശ് തിരിച്ചു കൊണ്ട് കൊടുക്കേണ്ടി വരും. കമ്മീഷൻ പഠിച്ച് തിരിച്ചു കൊടുക്കുക എനിക്കറിയില്ല, കൊടുക്കേണ്ടി വരും. വേറെ കുഴപ്പമൊന്നുമില്ല. ശരി, നന്ദി ശ്രീ PC ജോർജ് പ്രതികരിച്ചതിന്. ശ്രീ ആന്റണി രാജു, താങ്കൾ തുടരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അഡ്വക്കേറ്റ് DB ബിനു, ഇവിടെ ശ്രീ ആന്റണി രാജു പറയുകയായിരുന്നു ഗോദ്രേജ് അലമാര വാങ്ങാം എന്ന് സർക്കാർ പറയാറുണ്ട്, കാരണം അതിൻ്റെ മൂല്യം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നതാണ്, അതുകൊണ്ട് എന്ന പോലെ ഡ്യൂലക്സ് പെയിൻറ്റും വാങ്ങാം. ഇതൊന്നും നടാടെ നടക്കുന്നതല്ല, അതുകൊണ്ട് ഇതിൽ അഴിമതിയൊന്നും സംശയിക്കേണ്ടതില്ല. ഇതിലൊക്കെ നാം വിശ്വാസത്തിലെടുക്കേണ്ടത് ഈ വിപണിയിലുള്ള ഇത്തരം ഉൽപ്പന്നങ്ങളുടെ മൂല്യമാണ്. സർക്കാർ കൂടി അംഗീകരിച്ചുകൊണ്ട് നൽകുന്ന വിശ്വാസ്യത, അത് ജനങ്ങളുടെ നിലയിൽ നാമും സ്വീകരിക്കുക. അങ്ങനെ മാതൃകാപരമായി ഈ കരാറുകളെയെല്ലാം അംഗീകരിക്കുക. ഇതാണോ വേണ്ടത്? ലോക്നാഥ് ബെഹ്റയെ പെയിൻ്റ് അടിച്ച് ഒന്ന് നന്നാക്കാനുള്ള ശ്രമമാണ് ആന്റണി രാജു ഇവിടെ നടത്തുന്നത്. കാരണം നിയമം അതിനോട് യോജിക്കുന്നില്ല. 2011 ഫെബ്രുവരി 1-ാം തീയതി പുറപ്പെടുവിച്ച സർക്കുലർ പ്രകാരം ഇത്തരത്തിൽ പ്രൊക്യൂർമെൻറ്റ് നടത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന ഗൈഡ് ലൈൻ ഇഷ്യൂ ചെയ്തിട്ടുള്ളതാണ്. അതനുസരിച്ച് ഒരു ജനറിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ, പ്രത്യേകമായ ബ്രാൻഡ് പറയാൻ പാടില്ല. അത് എല്ലാ തരത്തിലുള്ള ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒക്കെ വളരെ കൃത്യമായി ഫോളോ ചെയ്യണം. അതില്ലെങ്കിൽ അതിൽ കറപ്ഷൻ ഉണ്ടെന്ന് പറയേണ്ടി വരും. ഇവിടെ പ്രത്യേകമായ ഒരു കമ്പനിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഉത്തരവിറക്കുന്നതിനെ ഈ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. പക്ഷേ പോലീസ് ആസ്ഥാനത്ത് നടക്കുന്ന ഈ പെയിൻ്റടി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ അഴിമതി മാത്രമാണ്. അവിടെ വാഹനങ്ങൾ വാങ്ങിയതിനെ സംബന്ധിച്ച്, കമ്പ്യൂട്ടർ വാങ്ങിയതിനെ സംബന്ധിച്ച്, ഫർണിച്ചർ വാങ്ങിയതിനെ സംബന്ധിച്ച് വലിയ അഴിമതികളാണ് ഇതിനു മുമ്പ് നടന്നിട്ടുള്ളത്. അതിന് ആനുവൽ മെയിൻ്റനൻസ് ഉണ്ടാവില്ല. അതെല്ലാം അവിടെ ഉപയോഗശൂന്യമായി പല ഓഫീസുകളിലും ഇത് കെട്ടിക്കിടക്കുകയാണ്. ഇതിനെല്ലാം ഉത്തരവാദിത്വം പറയേണ്ട ആളുകളാണ്. ഇതിന് റോഡ് സേഫ്റ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് സ്വന്തം വീട്ടിലേക്ക് ടൈൽസ് ഇട്ട റോഡ് പണിത പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ADGP ഉള്ള ഒരു സംസ്ഥാനമാണിത്. അതിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വാഹനങ്ങൾ വാങ്ങി റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന കോടിക്കണക്കിന് രൂപ വിലയുള്ള വാഹനങ്ങൾ സ്വന്തം ആവശ്യത്തിന് ഓഫീസിലേക്കും വീട്ടിലേക്കും പോകുന്നതിന് വേണ്ടി ഉപയോഗിച്ച ADGPമാരുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ശരിയാണ് ലോക്നാഥ് ബെഹ്റ കാണിച്ചത് ചെറിയ ഒരു ക്രമക്കേട് മാത്രമാണെന്ന്. കേരളത്തിലെ 470 പോലീസ് സ്റ്റേഷനുകളിൽ ഡ്യൂലക്സ് പെയിന്റ് അടിച്ചാൽ അത് എത്ര കോടിയുടെ ഇടപാടായിരിക്കും അഡ്വക്കേറ്റ് DB ബിനു? അത് എത്ര കോടികളാണെന്നുള്ളത് പറയേണ്ട കാര്യം, എത്ര കമ്മീഷൻ കിട്ടിയിട്ടുണ്ടെന്നുള്ളതും അദ്ദേഹം തന്നെ പറയേണ്ടതാണ്. അത് നമുക്ക് അറിയില്ല. കാരണം കണക്കല്ല ഞാൻ പറഞ്ഞത്. വീട്ടിലേക്ക് ടൈൽസ് ഇട്ടു, വാഹനം ദുരുപയോഗം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അതിനേക്കാൾ വ്യാപ്തി കുറവാണ് ഈ പെയിന്റടി ഉത്തരവിന് എന്ന് പറഞ്ഞുകൂടാ. 470 പോലീസ് സ്റ്റേഷനുകൾ ഇങ്ങനെ ഡ്യൂലക്സ് പെയിന്റിൽ വെട്ടിത്തിളങ്ങി നിൽക്കുമ്പോൾ ആരൊക്കെയായിരിക്കും ഇതിൽ നിന്ന് വെട്ടിപ്പ് നടത്തി നേടിയിട്ടുണ്ടാവുക എന്നത് ചെറിയ കാര്യമല്ല. തീർച്ചയായും. കാരണം ഞാൻ ഇതിനേക്കാൾ വലിയ അഴിമതികൾ അവിടെ നടക്കുന്ന സ്ഥലമാണ്, അതിൻ്റെ പർച്ചേസിങ്ങിൻ്റെ ചുമതലയുള്ള ആളുകളാണ് ഇപ്പോഴും അത് ചെയ്യുന്നത് എന്ന കാര്യം സൂചിപ്പിക്കുകയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇതിലും അത്തരത്തിലുള്ള കാര്യം, കാരണം ജനറിക് ആയിട്ടുള്ള പേരുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പർച്ചേസുമായി ബന്ധപ്പെട്ട മാനുവലും സർക്കുലറും ഒക്കെ പറയുമ്പോൾ
അതിന് വിരുദ്ധമായി പോലീസ് മേധാവി ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇതിൽ താല്പര്യമുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ താല്പര്യ സംരക്ഷണമാണ്. അതിന് മറ്റൊരു ഉദ്യോഗസ്ഥൻ, അതിന് മുമ്പുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ്റെ നിർദ്ദേശമാണെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇതിനെ പെയിൻ്റ് അടിച്ച് രക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ് പലപ്പോഴും ഈ ഇതിനെ അനുകൂലിക്കുന്ന ആളുകൾ ചെയ്യുന്നത്. അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇതിനെ കാണാൻ കഴിയില്ല. ഇത് പോലീസിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ക്രമക്കേടുകളുടെ ഒരു ചെറിയ കാര്യം മാത്രമാണ്. ഇത് അതുമായി ബന്ധപ്പെടുത്തുമ്പോൾ ചെറിയ കാര്യമാണ്. ശ്രീ ടി എൻ പ്രതാപൻ, ഇതിൽ അടിയന്തരമായി എന്താണ് ചെയ്യേണ്ടത്? അതിനു മുൻപായി ഇത് ബഹ്റയുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണോ? ഇവിടെ ഇപ്പോൾ ഈ കേരള പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ MD ആണ് ഇതുമായി ബന്ധപ്പെട്ട തൃപ്തി രേഖപ്പെടുത്തേണ്ടത്. കാരണം ഈ പോലീസ് സ്റ്റേഷനുകൾ എന്ന് പറയുന്നത് ആ വിഭാഗത്തിൻ്റെ കീഴിൽ വരുന്നതാണല്ലോ. പക്ഷേ ഈ 470 പോലീസ് സ്റ്റേഷനുകളിൽ ഒരു ന്യൂനപക്ഷം പോലീസ് സ്റ്റേഷനുകൾ മാത്രമേ ഇവർ അതിൻ്റെ മെയിൻ്റനൻസ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ഒരു സിംഹഭാഗവും അതിൻ്റെ മരാമത്ത് പണികൾ നിർവഹിക്കുന്നത് PWD ആണ്. ഇങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ബഹ്റയുടെ തലയിൽ ഉദിക്കുന്നു, അതൊരു ഉത്തരവാക്കുന്നു, ബാക്കി എല്ലാവരും അനുസരിക്കുന്നു എന്നതിനപ്പുറം ഇതിൻ്റെ ഒരു വലിയ വ്യാപ്തിയില്ലേ? ഇതിപ്പോൾ ബഹ്റയാണ് ആത്യന്തികമായി ഈ കാര്യത്തിൽ ഉത്തരവിറക്കേണ്ട, അദ്ദേഹം ഉത്തരവിറക്കുന്നു. പക്ഷേ ഈ പറയുന്നത് പോലെ പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ MD ഇതിൽ ഭാഗഭാക്കാണ്, PWDയുടെ അധികൃതർ ഇതിൽ ഭാഗഭാക്കുകളാണ്. അപ്പോൾ ഇങ്ങനൊരു വലിയ ഒരു കൂട്ടായ്മ ഇതിന് പിന്നിലില്ലേ? ഇല്ല വേണു, തീർച്ചയായിട്ടും ഇതിന് ആദ്യം ചോദിച്ച ഉത്തരത്തിന് തന്നെ വളരെ സിമ്പിളായ ചോദ്യത്തിന് സിമ്പിളായ ഉത്തരവുണ്ട്. കേരള ഗവൺമെൻറ് സ്റ്റേറ്റ് പർച്ചേസ് മാനുവലിന് വിരുദ്ധമായി ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പർച്ചേസ് നടന്നാൽ അതിനെപ്പറ്റി അന്വേഷിക്കുന്നത് പ്രധാനമായും വിജിലൻസാണ്. അത് PWD നടന്നാലും അത് റോഡ്സിലും ബിൽഡിങ്സിലും നടന്നാലും ഏത് ഡിപ്പാർട്ട്മെന്റിൽ നടന്നാലും ഒരു ചെറിയ മുട്ടുസൂചി വാങ്ങുന്നതിന് ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം വന്നാൽ അത് അന്വേഷിക്കേണ്ടി വരുന്നത് ബഹ്റയായിരിക്കില്ലേ? ബഹ്റയുടെ കീഴിലായിരിക്കില്ലേ ഇതിന്റെ അന്വേഷണം? അതാണ് ഞാൻ പറയാൻ വന്നത്. ഞാനിന്ന് പറയാൻ പോവാണ്. അതുകൊണ്ട് ഈ കേസ് വളരെ ഗൗരവമുള്ളതാണ്. വേണു പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ടതാണ്. 470 പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിൽ ഏറ്റവും വില കൂടിയ പെയിൻറ്റ് വാങ്ങുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻ അതിൻ്റെ പുറകിലുണ്ട്. ഒരാൾ മാത്രമാവില്ല ഇതിൻ്റെ പുറകിൽ. ഈ രീതിയിലേക്ക് ബഹ്റയെ കൊണ്ട് ഉത്തരവിറപ്പിക്കുന്നതിന് വേണ്ടി ഒരു വലിയ സംഘം വിവിധ ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് രാഷ്ട്രീയ അധികാരം മുതൽ വിവിധ തലങ്ങളിലുള്ള അധികാരം ഉണ്ടായിട്ടുണ്ട്. അതിനാൽ വേണ്ടത് ആദ്യം വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തു നിന്നും ബഹ്റയെ മാറ്റി നിർത്തി പുതിയ നല്ല ട്രാക്ക് റെക്കോർഡുള്ളൊരു വിജിലൻസ് ഓഫീസറെ വെച്ച്, വിജിലൻസ് ഡയറക്ടർ തന്നെ വെച്ച് ഈ കേസ് വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം. അതിന് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് ബഹ്റയെ മാറ്റണം. ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ മാറ്റി നിർത്തേണ്ടതാണ്. സാധാരണ നമ്മുടെ സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു വില്ലേജ് ഓഫീസ് പെയിൻ്റ് അടിക്കുന്നതിന് വേണ്ടി അവിടെ ലോക്കലായ ഒരു പെയിൻറ്ററെയോ ആ പെയിൻറ്റർ മുഖാന്തരം ഏതൊരു പെയിൻറ്റ് വാങ്ങുമ്പോൾ അത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലാണ്. തഹസിൽദാരും കലക്ടറും ADM ഒക്കെ അറിയുന്നൊരു കാര്യമാണ്. അതിന് ആ വില്ലേജ് ഓഫീസർ സ്റ്റേറ്റ് പർച്ചേസ് മാനുവൽ പാലിക്കണം എന്നുണ്ടായേ. അങ്ങനെ പാലിക്കാതെ വന്ന പല പാവപ്പെട്ട വില്ലേജ്മാൻമാരെയും വില്ലേജ് ഓഫീസർമാരെയും അതിൻ്റെ പേരിൽ കലക്ടർമാരടക്കമുള്ള ആളുകൾ സസ്പെൻഡ് ചെയ്യുകയും സ്ഥലം മാറ്റുകയും അവരുടെ പേരിൽ വിജിലൻസ് അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ഇത്ര വലിയ ഒരു അഴിമതി, ഇത് 100% അഴിമതിയാണ്. ഒരു കമ്പനിയുടെ പേര് സ്പെസിഫൈ ചെയ്തുകൊണ്ട് ഇങ്ങനൊരു ഉത്തരവിറക്കാൻ പാടില്ല എന്നുള്ളത് പകല പോലെ നമ്മുടെ മുന്നിൽ കടലാസിരിക്കുകയാണ്, രേഖയിരിക്കുകയാണ്. അപ്പോൾ അത് ലംഘിച്ചു എന്ന് പറയുമ്പോൾ അത് ലംഘിക്കാൻ നേതൃത്വം കൊടുത്ത അന്നത്തെ DGPയെ ഇപ്പോൾ അദ്ദേഹം ഇരിക്കുന്നത് വിജിലൻസ് ഡയറക്ടറായിട്ടാണ്. ആ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് മാറ്റുക, ശേഷം ട്രാക്ക് റെക്കോർഡുള്ള ഒരാളെ വിജിലൻസ് ഡയറക്ടറാക്കി വെച്ച് നല്ല ട്രാക്ക് റെക്കോർഡുകൾ വെച്ച് അവരെ കൊണ്ട് അന്വേഷിപ്പിക്കുക. അത് വെളിച്ചത്ത് വരുന്നത് വരെ ഇദ്ദേഹത്തിന് വേറെ സ്ഥാനം തന്നെ കൊടുക്കുന്നത് അപകടകരമാണ്. ശരി, ശ്രീ ആന്റണി രാജു, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടോ? ശ്രീ ആന്റണി രാജു, എന്നോട് ഒരു അല്പം നേരം കൂടി സഹകരിക്കണം. എനിക്ക് വേഗം ഒരു ഇടവേളയ്ക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം ഞാൻ താങ്കളിലേക്ക് വരാം.